വി.എസ്. അച്യുതാനന്ദനെ സ്വീകരിക്കാൻ വലിയ ചുടുകാട് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും അവിടെ എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ, പാർട്ടി ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ, ബിനോയ് വിശ്വം അടക്കമുള്ള മുതിർന്ന നേതാക്കൾ എല്ലാവരും അവിടേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ വി.എസിനെയും വഹിച്ചുകൊണ്ടുള്ള വാഹനം അവിടേക്ക് എത്തും. വി.എസ്. അച്യുതാനന്ദന്റെ പോരാട്ട ജീവിതവുമായി ലയിച്ചു ചേർന്ന മണ്ണാണ് വലിയ ചുടുകാട്ടിൽ ഉള്ളത്. വി.എസ്. അച്യുതാനന്ദൻ വലിയ ചുടുകാട്ടിലേക്ക് മടങ്ങുകയാണ്. വി.എസ്. അച്യുതാനന്ദന്റെ സഖാക്കൾക്കൊപ്പം, വി.എസ്. അച്യുതാനന്ദൻ ഒപ്പം നടന്നവർക്കൊപ്പം വി.എസ്. അച്യുതാനന്ദനും അവിടെ ലയിച്ചു ചേരാൻ പോവുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ, ബിനിൽ പറഞ്ഞതുപോലെ, KR ഗൗരിയമ്മ, അതുപോലെ തന്നെ PK കുഞ്ഞച്ചൻ, PK ചന്ദ്രാനന്ദൻ, N ശ്രീധരൻ, PK വിജയൻ, സൈമൺ ആശാൻ. വി.എസ്. അച്യുതാനന്ദൻ വളരെ ബഹുമാനത്തോടെ കണ്ടിരുന്ന മുതിർന്ന പാർട്ടി നേതാവായിരുന്നു സൈമൺ ആശാൻ. അതെ, സൈമൺ ആശാനാണ്. R സുഗതൻ, TV തോമസ്, PT പുന്നൂസ്, ജോർജ് ചടയമുറി, CK ചന്ദ്രപ്പൻ തുടങ്ങിയ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് വി.എസ്. അച്യുതാനന്ദനൊപ്പം നിന്ന് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കാൻ ഒപ്പം നിന്നവർക്കൊപ്പം വി.എസ്. അച്യുതാനന്ദനും ചേരുകയാണ് വലിയ ചുടുകാട്ടിലെ മണ്ണിൽ. അല്പസമയത്തിനകം തന്നെ ആ വാഹനം അവിടേക്ക് കടന്നു വരും എന്നുള്ളതാണ്. വി.എസ്. അച്യുതാനന്ദനെ സ്വീകരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി എല്ലാ കണ്ണുകളും ആ വഴിയിലേക്കാണ്. വി.എസിനെ ഏറ്റുവാങ്ങാൻ ഒരുങ്ങി നിൽക്കുകയാണ് വലിയ ചുടുകാട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തീവ്ര സമരങ്ങളുടെ, സഹന സമരങ്ങളുടെ കാലഘട്ടത്തിൻ്റെ വലിയ ഓർമ്മകളുടെ തീച്ചൂളയിലേക്കാണ് വി.എസ്. അലിഞ്ഞു ചേരേണ്ടത്. അവിടേക്കു തന്നെയാണ് ആ മടക്കം. കനത്ത മഴയാണ് പെയ്യുന്നത്. ആലപ്പുഴയുടെ വിരിമാറിലൂടെ കടന്നു വരികയാണ് വി.എസ്. അച്യുതാനന്ദൻ. ആലപ്പുഴയുടെ വീരപുത്രനാണ്. പെറ്റുപോറ്റിയ മണ്ണാണ് ഏറ്റുവാങ്ങാൻ ഒരുങ്ങി നിൽക്കുന്നത്. ഒരു തുള്ളിക്കുടമെന്ന നിലയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. ആ ഭൂമി കരയുന്നത് നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നുണ്ട്. ആകാശം അതിലേക്ക് പെയ്തു വീഴുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മനുഷ്യർ നിന്നു പെയ്യുന്നതും നമ്മൾ കാണുകയാണ്. തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ, വലിയ ചുടുകാട് വരെ എത്രയോ പേരുടെ കണ്ണീരാണ് നമ്മൾ ഈ കഴിഞ്ഞ 2-3 ദിവസമായി കണ്ടത്. വി.എസ്. അച്യുതാനന്ദന് വേണ്ടി, വി.എസ്. അച്യുതാനന്ദനോട് ഹൃദയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് എത്രയോ പേർ കണ്ണീർ പൊഴിക്കുന്നത് നമ്മൾ കണ്ടു. എൻ്റെ ചങ്കിലെ ചോരയാണ് എന്ന് നേരത്തെ ഒരു മനുഷ്യൻ പറയുന്നത് കേട്ടു. വി.എസ്. അച്യുതാനന്ദനോട് അത്രയും അധികം ഹൃദയാഭിമുഖ്യം ഈ ജനങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, ഇനിയും അത് തുടരും എന്നുള്ളതാണ് ഈ തരം പ്രതികരണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ അവിടെ കനത്ത മഴ പെയ്യുകയാണ്. പക്ഷേ അല്പം കഴിയുമ്പോൾ അവിടെ ചിതകത്തും വി.എസ്. അച്യുതാനന്ദൻ ആ ചിതയിൽ അമരും. അഭിലാഷ് മോഹനൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അഭിലാഷ്, ആയിരങ്ങളുടെ നെഞ്ചിലെ അണയാക്കനൽ തീച്ചൂളയിലേക്ക്, ഓർമ്മയുടെ തീച്ചൂളയിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. വി.എസിനെ ഏറ്റുവാങ്ങാൻ ഒരുങ്ങി നിൽക്കുകയാണ് വലിയ ചുടുകാട്. നെഞ്ചിൽ കനലും പുറത്തു കണ്ണുനീരും കാണുന്ന കാഴ്ച. തീർച്ചയായിട്ടും മാധുദ, ഈ ചുടുകാട്ടിനകത്താണ് ഞാനിപ്പോൾ ഉള്ളത്. വി.എസ്. അല്പസമയത്തിനകം ചേതനയേറ്റ ശരീരമായി ചുടുകാട്ടിലേക്ക് എത്തും. അദ്ദേഹം പലവട്ടം ഈ ചുടുകാട്ടിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം വാങ്ങിയ ഭൂമിയാണിത്. മുഖ്യമന്ത്രിയായി അദ്ദേഹം 2006 മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് ഈ മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി ആണ് മുഖ്യമന്ത്രിയായത്. ഇപ്പോൾ ആ ഗേറ്റ് കാണാം. ഇവിടെയാണ് വി.എസ്. അച്യുതാനന്ദനെ അവസാനമായി ശയിക്കുന്ന പീഠം ഇവിടെയാണ്. ഇവിടെ നിന്ന് ആണ് ചിതയിലേക്ക് എടുക്കുക. ചിത ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വി.എസ്. യാത്രയാവുകയാണ്. പുന്നപ്ര വയലാറിന്റെ രണഭൂമിയിൽ ഇതിഹാസ പോരാട്ടത്തിന്റെ നായകൻ വി.എസ്. യാത്രയാവുകയാണ്. നമുക്ക് വി.എസിന്റെ ചിത ഒരുക്കിയിരിക്കുന്നത് അവിടെ കാണാം, ദൃശ്യങ്ങളിൽ കാണാം. അല്പസമയത്തിനകം പുന്നപ്ര വയലാറിന്റെ നായകൻ, കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി പ്രിയപ്പെട്ട വി.എസ്. അച്യുതാനന്ദൻ ഈ വലിയ ചുടുകാട്ടിലേക്ക് എത്തിച്ചേരും. ഇപ്പോൾ തന്നെ മന്ത്രിമാർ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ CPIMന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ പലരും എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കൾക്ക് മാത്രമാണ് ഇവിടേക്ക് പ്രവേശനം ഉള്ളത്. വി.എസ്. ഒരു സമര ഓർമ്മയാവുകയാണ്. വലിയ ചുടുകാടിന് പുറത്ത് ഒരുപാട് ജനക്കൂട്ടം, ആയിരക്കണക്കിന് വരുന്ന ജനക്കൂട്ടം ചെങ്കൊടി ഉയർത്തി ഉറക്കെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവർ വി.എസിനെ ഒരു നോക്ക് കണ്ടവരാണ്. അവർ വി.എസിനെ യാത്രയയക്കാൻ ഈ കോരിച്ചൊരിയുന്ന മഴയിലും, വെറും മഴയല്ല, കനത്ത് പെയ്യുകയാണ് മഴ. ഈ ഒരു നാടിന്റെ സങ്കടം മുഴുവൻ ആർത്തലച്ച് പെയ്യുന്നുണ്ട് ഇവിടെ. അതിനേക്കാൾ വലിയ കണ്ണീരുണ്ട് മനുഷ്യരുടെ മനസ്സുകളിൽ. അങ്ങനെ ആർത്തലച്ചു പെയ്യുന്ന മഴ, കണ്ണീര്, പ്രവർത്തകരുടെ യാത്രാമൊഴി. വി.എസ്. അച്യുതാനന്ദൻ വരികയാണ്. വി.എസ്. അച്യുതാനന്ദൻ വലിയ ചുടുകാട്ടിലേക്ക് അവസാനമായി വരികയാണ്.